പഠിക്കാം. ഫീസ് എടാ ഇപ്പൊ വേണ്ട, അത് പിന്നെ മതി. അല്ല അച്ഛൻ നന്നോട്ടെ കൊടുക്കണേ പറഞ്ഞു. എന്നാ വാൻഡിനെ കൊടുത്തു. എന്റെ ഈ തരണ്ട മേടിച്ച ഗ്ലീറ്റ് അതെ ഗൃഹനാഥൻ. എന്തായാലും മതിയായിരുന്നു വെച്ചേ, കുഴപ്പമില്ല. എന്തായാലും സന്തോഷത്തോടെ നല്ല ഐശ്വര്യമായിട്ട് പഠിച്ച് നല്ല കുട്ടി വലിയൊരു ഡോക്ടറായിട്ട് വരണം കേട്ടാ. ചെല്ല്, വർത്താനം പറഞ്ഞിരിക്കരുത് കേട്ടാ ചേച്ചിയുടെ കൂടെ. പറഞ്ഞാലൊക്കെ അനുസരിക്കണം. നല്ല വർത്താനക്കാരിയല്ല, വർത്താനക്കാരിയാണോന്ന്. 10 പിള്ളേരെ കൂടെ കിട്ടിയെങ്കിൽ നല്ലതായിരുന്നു അല്ലേ. മക്കൾക്ക് മാത്സും ഇംഗ്ലീഷും അല്ലായിരുന്നു പാട് അന്ന് പറഞ്ഞ. അപ്പൊ അന്ന് നമ്മൾ മാത്സ് പഠിച്ച് സെറ്റായി. അത് ഓർമ്മയുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് ഇംഗ്ലീഷ് തുടങ്ങാം. എന്ത് പിടിക്കണത് ഇത്? പൈസതാ പൈസതാ. ഏത് പൈസ? ഏത് പൈസയാന്ന് മനസ്സിലായില്ല. ആ കൊച്ചു കൊണ്ടുവന്നിട്ട് എളിച്ചോ? കൊച്ചുകൊണ്ടത് പൈസ? പൈസയാണല്ലോ എൻ്റെ തന്ന ദക്ഷിണ പോലെ. അതൊരു നല്ല കാര്യം തുടങ്ങണത് നീ തന്നെയല്ലേ പറഞ്ഞത്, ഞാൻ എൻ്റെ തരഹം പറഞ്ഞത്. ദക്ഷിണ നിങ്ങളാണോ പഠിപ്പിക്കുന്നതിന്? ആ കൊച്ചു മുത്താരത് എൻ്റെ മോള്. അതുകൊണ്ട് നിങ്ങൾക്ക് ദക്ഷിണ തന്നോ? അവളെ ജനിപ്പിച്ച തന്തയ്ക്ക് അവകാശമില്ലേ ദക്ഷിണ മേടിക്കാനാ? ദക്ഷിണ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ദക്ഷിണ മേടിക്കാൻ അവകാശമുണ്ട് അവളുടെ കല്യാണത്തിന്. ഇപ്പൊ ഇത് ട്യൂഷൻ പഠിക്കാൻ വന്ന പൈസ കൊണ്ടുവന്നിട്ട് എനിക്ക് വയ്യ തല്ല് പിടിക്കാൻ. നീ ചുമ്മാ എഴുതണ്ട. നിനക്കിപ്പോ എന്താണ് ഇത്ര അത്യാവശ്യം ഈ പൈസയിൽ? ഞാനും വേറൊരു ആവശ്യത്തിന് കണക്കൂട്ടി വെച്ചേക്കുവാണെങ്കിലോ? നീ കണക്കൂട്ടി വെച്ച ഞാൻ ആരും ചോദിച്ചിട്ട് ഈ കൊച്ചിപ്പോ ട്യൂഷൻ പഠിക്കാൻ വന്ന് ആ പൈസ കൊണ്ട് തന്നില്ലെന്ന് നീ എന്ത് ചെയ്തനെ? ഒരു ഇച്ചിരി നേരം ബ്രേക്ക് ആയിച്ചേ. 5 മിനിറ്റ്. 5 മിനിറ്റോ? ആ പിന്നെ എത്ര മിനിറ്റ് ആണ്? 15 മിനിറ്റ് ആയോളൂ പഠിക്കാൻ തുടങ്ങിയിട്ട്. 15 മിനിറ്റ് പഠിച്ചില്ലേ? 10 മിനിറ്റ് ബ്രേക്ക് എനിക്ക്. ഓ നീ ഭയങ്കര സാധനം കേട്ടോ. ഞാൻ ഇവിടെ ടൈമർ ഇടും. കറക്റ്റ് 10 മിനിറ്റ് ഇവിടെ എത്തിക്കോണം. സോറി ഞാൻ വരരുതായിരുന്നു. ഞാൻ കഥ അടച്ചേക്കാം. സോറി കേട്ടോ. കളിക്കാതെ പൈസ തരൂല. പൈസ തരാനാണ് ഇതിപ്പോ എന്താ പ്രശ്നം? നിക്ക്, ശ്വാസം വിടട്ടെ. ഞാൻ വേറൊരു ആവശ്യത്തിന് മാറ്റി വെച്ച ഇത് അലിക്ക് കൊടുക്കേണ്ട പൈസ തരാൻ പറ്റില്ല. നിങ്ങൾ പണിയെടുത്തിട്ടാണെങ്കിൽ നിങ്ങൾ പറയണ പൈസ ഞാൻ തരും. അവിടെ വെച്ച് 500 രൂപയില്ല കൊച്ചു പഠിക്കാൻ തന്ന 500 രൂപ പിടിച്ചു വാങ്ങിച്ചോളൂ. പിടിച്ചു വാങ്ങിച്ചെങ്ങനെ കണക്കായി പോയി. ഇത് മുത്തിന്റെ പൈസ. ഇത് നിങ്ങൾക്ക് എങ്ങനെ തരും? നിങ്ങൾക്ക് എങ്ങനെ തരും? ഇവിടെ അലിക്ക് പൈസ കൊടുക്കാനുണ്ട്. അത് ആര് പറയും? നിങ്ങൾ അരി വരുമ്പത്തേനും മുങ്ങി പോകൂലേ? ഞാൻ പറഞ്ഞല്ലോ, അത് നിങ്ങൾക്ക് അവരുടെ മുമ്പിൽ ബഹുമാനം ഉണ്ടായിക്കോട്ടെ. കൊച്ചു പഠിക്കാൻ വന്നിരിക്കും. അത് നിങ്ങൾ തമ്മിൽ ഭയങ്കര ഒത്തൊരുമ പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് കളയോ? എവിടെ നശിപ്പിക്കും, എവിടെ തൊലയ്ക്കും. അതിനാണ് ഇവിടെ മരപ്പൂർവ്വം കണക്കായി പോയി. നിങ്ങളോട് കേസ് ഇവിടെ എന്താ വരക്കാണോ? അല്ല, ഡങ്കി സോങ്കി. അത് ഈ സിനിമാ പേര് പറഞ്ഞുള്ള ഒരു തരം കളി. അറിയത്തില്ലേ? ഇല്ല, എനിക്കറിയത്തില്ല. അതായത് ഈ അങ്കിൾ ഒരു സിനിമ മനസ്സിൽ കാണും, എന്നിട്ട് ആ സിനിമയുടെ പേര് ഇങ്ങനെ ആക്ട് ചെയ്ത് കാണിക്കും. അപ്പൊ ആന്റി അത് പറയും. അതെ, ഈ അങ്കിള് മനസ്സിൽ കണ്ട സിനിമ തല്ലുമാലയായിരുന്നു. കളിക്ക്. ഞാൻ പോട്ടെ ചാച്ചാ. പിന്നെ റോഡിലെങ്ങും പോയി കളയല്ലേ. അന്ന് അങ്കിൾ ഉണ്ടായിരുന്നു എന്റെ കൂടെ, അതുകൊണ്ടാണ് ഞാൻ പോയത്. ഇന്ന് ഞാൻ ഒറ്റയ്ക്കുണ്ട്. പറഞ്ഞില്ല. എന്തായി? ഇല്ല. 500 രൂപയല്ലേ, അതങ്ങ് കൊടുത്തൂടെ? 500 രൂപയല്ലേ ഉള്ളൂ, അതങ്ങ് വിട്ടൂടെ? 500 രൂപയല്ലേ ഉള്ളൂ, അതങ്ങ് വിട്ടൂടെ?